G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നായ പത്തനംതിട്ട ജില്ലയിലെ പരുമലയ്ക്ക് സമീപമുള്ള പനയന്നാർക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മലബാറിലെ തിരുമാന്താംകുന്ന്, കൊച്ചിയിലെ കൊടുങ്ങല്ലൂർ, തിരുവിതാംകൂറിലെ പനയന്നാർക്കാവ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾക്കും തുല്യമായ പ്രാധാന്യമാണുള്ളത്. പനയന്നാർക്കാവിലെ മുഖ്യ പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ശിവപ്രതിഷ്ഠയ്ക്കും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് നൽകുന്നത്. പനയന്നാർക്കാവ് വളരെ പുരാതനമായ ക്ഷേത്രമാണ്. എപ്പോൾ സ്ഥാപിതമായി എന്ന് വ്യക്തമായ രേഖകളില്ലെങ്കിലും ഐതിഹ്യപ്രകാരം ഇത് പരശുരാമൻ പ്രതിഷ്ഠിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. തിരുവല്ല മാവേലിക്കര റോഡിലെ പരുമല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള മാന്നാർ ഗ്രാമത്തിന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ശിവക്ഷേത്രം പടിഞ്ഞാറോട്ടാണ് ദർശനം നൽകുന്നത്. അതേസമയം തിരുമാന്താംകുന്നും കൊടുങ്ങല്ലൂരും കിഴക്കോട്ടാണ് ദർശനം. ഇവിടുത്തെ ശിവൻ അഘോരമൂർത്തിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ചാമുണ്ഡി ദേവിയാണ്. ശിവക്ഷേത്രമായിട്ടും ഭഗവതിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഒരു രസകരമായ ഐതിഹ്യം പറയപ്പെടുന്നുണ്ട്. കടമറ്റത്ത് കത്തനാർ എന്ന ക്രൈസ്തവ പുരോഹിതൻ കള്ളിയങ്കാട്ട് നീലിയെ കുടിയിരുത്തിയത് ഈ ക്ഷേത്രത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു. ശ്രീ വലിയ പനയന്നാർക്കാവിൽ ഭദ്രകാളിയോടൊപ്പം മഹാകാളി, കരിങ്കാളി, ഭൂതകാളി, ദുർഗ, അന്നപൂർണേശ്വരി, ചാമുണ്ടേശ്വരി, സപ്തമാതാക്കൾ, ഗണപതി, വീരഭദ്രൻ, ക്ഷേത്രപാലകൻ തുടങ്ങി അനവധി ദേവതകളുടെ പ്രതിഷ്ഠകളും ഉണ്ട്. അതിനാൽ തന്നെ ഈ ക്ഷേത്രം പരമശക്തിയുടെ സമഗ്ര പ്രത്യക്ഷമായാണ് ഭക്തർ കാണുന്നത്. പണ്ട് ഭഗവതിയുടെ പ്രതിഷ്ഠ കിഴക്ക് ദർശനമായിരുന്നു. അത് ദാരികവധാനന്തരമായ ഉഗ്രമായ ഭദ്രകാളി മൂർത്തിയായിരുന്നു. ആ പ്രതിഷ്ഠ അത്ര ശക്തിയേറിയതായിരുന്നതിനാൽ പകൽ പോലും ഭക്തർക്ക് കാവിലേക്ക് പോകാൻ ഭയമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതിന് ശമനമായി കിഴക്കേ നടയിൽ ഗുരുതി നടത്തി വന്നിരുന്നു. പക്ഷേ ദേവിയുടെ ഇംഗിതപ്രകാരം ആ നട പിന്നീട് അടച്ചു. അത് ഇന്നും തുറന്നിട്ടില്ല. രാമയ്യൻ ദളവ ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കിയപ്പോൾ പനയന്നാർക്കാവിൽ നിന്നും ഭഗവതിയുടെ ആഭരണങ്ങൾ പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലം തൻ്റെ പിഴവ് മനസ്സിലാക്കി മാർത്താണ്ഡവർമ്മ മഹാരാജാവിലൂടെ ക്ഷേത്രത്തിന് ഭൂമി തിരികെ നൽകി. ഇത് കൊല്ലവർഷം 926 മീനമാസം 11 തീയതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പമ്പാനദിയുടെ തീരത്ത് ഭക്തി ശ്രദ്ധയോടെ നിലകൊള്ളുന്ന ഈ മഹാക്ഷേത്രം പനയന്നാർക്കാവ് ഇന്നും ഭക്തന്മാർക്ക് ശക്തിയുടെ, ഭക്തിയുടെ, ദിവ്യത്വത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം എല്ലായിടത്തും നിറയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.